അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു പാൽ പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കപ്പ് പാൽ മുഴുവനായിട്ട് ചേർക്കേണ്ടതെന്നാണെങ്കിൽ അര കപ്പ് പാലും അര കപ്പ് വെള്ളം കൂടെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ്. ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. നമ്മൾ ഒരു കപ്പ് പാലും ഒരു കപ്പ് മൈദയും പിന്നെ മുട്ടയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു കട്ടിയിൽ തന്നെ മാവ് കിട്ടും. അപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും അളന്നെടുക്കണം. ആ ഒരു അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിൽ പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. നല്ല പാകത്തിന് കട്ടിയായി കിട്ടും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. തീ കൂട്ടി വെക്കരുത് കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ പാനിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം കട്ടിയിൽ മാവ് ഒഴിക്കണ്ട കേട്ടോ, ഈ പാനിലൊന്ന് പരന്ന് കിട്ടാനുള്ള മാവ് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഈ പാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഈ മാവെല്ലാം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം മാവെല്ലാം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് ഇതുപോലെ ചെറുതായി ഒന്ന് കളർ മാറി തുടങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുക്കാം. അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് നെയ്യ് മതി. ഇപ്പോൾ ഇത് ചെറുതായിട്ട് പൊള്ളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടുകം വെച്ച് ഇതുപോലെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ പൊറോട്ട രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതാട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല എളുപ്പമാണ്. ചീസോ ബട്ടറോ അല്ലെങ്കിൽ ഹണി എന്തെങ്കിലും ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ പാൽ പൊറോട്ട തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.